ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ബ്രൈഡൽ മേക്കപ്പ് കിറ്റുമായിട്ടാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ബ്രൈഡൽ മേക്കപ്പ് കിറ്റായിട്ടാണ്. കുറേ പേര് ചോദിച്ചു ബഡ്ജറ്റിൽ മേക്കപ്പിൻ്റെ ഏതൊക്കെ മേക്കപ്പാണ് ബ്രൈഡലിന് വാങ്ങേണ്ടതെന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ബ്രൈഡൽ മേക്കപ്പും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മോസ്റ്റ്ലി ഞാൻ ഈ വീക്ക് തന്നെ ഒരു ബ്രൈഡൽ മേക്കപ്പ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഏതൊക്കെ പ്രൊഡക്ട്സാണ് ബ്രൈഡ്സിന് വാങ്ങേണ്ടത്, അഫോർഡബിൾ റേഞ്ചിലുള്ള പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. സോ ഈ പറയുന്നതൊക്കെ മോസ്റ്റ് ഓഫ് ദ തിങ്സ് ആർ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. നൈക്കയിലോ അല്ലെങ്കിൽ അവരുടെ തന്നെ വെബ്സൈറ്റിലോ, പാക്കാണെങ്കിൽ പാക്കിലോ അവരുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ നൈക്കയിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഡ്രഗ് സ്റ്റോർ ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം ബ്രൈഡൽ മേക്കപ്പിൻ്റെ മസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം, വാട്ടർ പ്രൂഫ് ആയിരിക്കണം, അതേപോലെ സ്വെറ്റ് പ്രൂഫ് ആയിരിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്തത്. സോ ലെറ്റ്സ് വാച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്രൈമറിന് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കിവിടെ പറയാൻ പോകുന്നത് 2 പ്രൈമറാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് കളർബാറിൻ്റെ പെർഫെക്റ്റ് മാച്ച് പ്രൈമറും അതേപോലെ ലാക്മേൻ്റെ അബ്സൊല്യൂട്ട് പ്രൈമറും. രണ്ടും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. നിങ്ങൾ പ്രൈസിനനുസരിച്ച് സെലക്ട് ചെയ്യാം. ഇപ്പോൾ രണ്ടിനും 25% ഓഫ് ഉണ്ട് നൈക്കയിൽ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. രണ്ടും പോസൊക്കെ മിനിമൈസ് ചെയ്യുന്ന പ്രൈമറാണ്, ബ്ലർ ചെയ്യുന്ന പ്രൈമറാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്. നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ സ്കിൻ ആണെങ്കിൽ പാക്ക് HD ഫൗണ്ടേഷനാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ നിങ്ങളുടെ സ്കിന്ന് ഓയിലി ടു നോർമൽ ആണെങ്കിൽ എന്തായാലും മേബ്ലിൻ സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുക. രണ്ടും ഓക്സിഡൈസ് ചെയ്യുന്ന ഫൗണ്ടേഷനാണ്. അപ്പോൾ നിങ്ങളുടെ ഷെയ്ഡ് അതിനനുസരിച്ച് ഒരു 1 or 2 ഷെയ്ഡ് ലൈറ്റർ സെലക്ട് ചെയ്യുക. അതേപോലെ ഇത് ലോങ് ലാസ്റ്റിങ്ങും വാട്ടർ പ്രൂഫും ഒക്കെ നല്ല ഒരു ഫുൾ കവറേജൊക്കെ തരുന്ന ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് മേബ്ലിൻ്റെ സൂപ്പർ സ്റ്റേ. സെക്കൻഡ് വൺ ഇനി കൺസീലറാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ രണ്ടും പാക്കിലുള്ളതാണ്. പാക്ക് സ്പോട്ട്ലൈറ്റ് ലിക്വിഡ് കൺസീലറും പാക്ക് ടേക്ക് കവർ കൺസീലറും ആണുള്ളത്. പാക്ക് സ്പോട്ട്ലൈറ്റ് കൺസീലർ ഫുൾ കവറേജ് കൺസീലറാണ്. പാക്ക് ടേക്ക് കവർ മീഡിയം കവറേജിലൊരു കൺസീലറാണ്. അപ്പോൾ നിങ്ങളുടെ ഡാർക്ക് സർക്കിളിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. രണ്ടും ലോങ് ലാസ്റ്റിംഗ് ആണ്. രണ്ടും ബ്രൈഡൽസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫൗണ്ടേഷനാണ്. നിങ്ങൾക്ക് നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ പാക്ക് സ്പോട്ട്ലൈറ്റ് സെലക്ട് ചെയ്യുക. സോ ഇനി നമുക്ക് ലൂസ് പൗഡർ വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ഓപ്ഷനാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. മേബ്ലിൻ്റെ ഫിറ്റ് മീ ലൂസ് ഫിനിഷിംഗ് പൗഡർ, അതേപോലെ K ബ്യൂട്ടി HD ലൂസ് പൗഡർ. മേബ്ലിൻ്റെ കുറച്ചും കൂടിയും കവറേജ് ഉണ്ടാവും, മറ്റേത് നല്ല ഫൈനാണ്. അപ്പോൾ സെറ്റ് ചെയ്യാനൊക്കെ ഒന്നുകൂടെ നല്ലതാണ് K ബ്യൂട്ടി. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. രണ്ടും നല്ലതാണ്. ഓക്കെ, ഇനി നമുക്ക് ഐ ഷാഡോയിലേക്ക് പോകാം. രണ്ടും 500 റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന 2 ഐ ഷാഡോസാണ്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റേതും നിക്കാക്കേൻ്റെ 9 കളർ ഐ ഷാഡോ പാലറ്റും. അപ്പോൾ കുറേ കളേഴ്സിൻ്റെ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിനനുസരിച്ച്, നിങ്ങളുടെ കളേഴ്സ് കോമ്പിനേഷനനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാലറ്റ് സെലക്ട് ചെയ്യാം. രണ്ടും 500 ബിലോ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓഫർ ഉണ്ടാകുമ്പോൾ ഒന്നുകൂടെ ഒരു 300 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. സോ ഇതാണ് എനിക്ക് ഐ ഷാഡോ പാലറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അത് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഐ ഷാഡോ പാലറ്റ്സാണ്. സോ ഇനി മസ്കാരയിലേക്ക് കിടക്കാം. മസ്കാരയിൽ ലോറിയാലിൻ്റെ വോളിമിലെ സ്ലാഷ് പാരഡൈസ് മസ്കാരയും അതേപോലെ എസൻസിൻ്റെ ലാഷ് പ്രിൻസസ് ഫോൾസ് സ്ലാഷ് എഫക്റ്റ് മസ്കാര. രണ്ടും നല്ല ലെങ്തനിങ്ങും കുറച്ച് വോളിയം തരുന്ന മസ്കാരയാണ്. അപ്പോൾ രണ്ടും നല്ലതാണ്, രണ്ടും അഫോർഡബിൾ ആണ്. ലോറിയാൽ ഒരു ഓഫറൊക്കെ ഉണ്ടാകുമ്പോൾ 500 റേഞ്ചിൽ കിട്ടും. എന്നാൽ ലാഷ് പ്രിൻസസ് ഒരു 200-300 റേഞ്ചിൽ കിട്ടും. നല്ല മസ്കാരയാണ് രണ്ടും. സോ ഇനി കുറച്ച് ലിക്വിഡ് ഐ ഷാഡോസിനെ പറയാനാണ്. ഒന്നുകൂടി നിങ്ങളുടെ ഐ മേക്കപ്പൊക്കെ ഒന്നുകൂടി ഭംഗിയാക്കാൻ ലിക്വിഡ് ഐ ഷാഡോസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിറ്റർ ലൈനറൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഓപ്ഷൻ. ഒന്ന് സ്വിസ് ബ്യൂട്ടിൻ്റെ 199 റുപ്പീസേ ഉള്ളൂ. മെറ്റാലിക് ലിക്വിഡ് ഐ ഷാഡോ നല്ല ഐ ഷാഡോ ആണ്. നിങ്ങളുടെ ഐ ഷാഡോ അല്ലെങ്കിൽ ഗ്ലിറ്റർ ഇങ്ങനെ കണ്ണിങ്ങനെ പോപ്പ് ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും.
പിന്നെ ബ്ലഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് 2 ഓപ്ഷനാണ്. ഒന്ന് LA ഗേളിൻ്റെ റാഡ് റോസ് ബ്ലഷും അതേപോലെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കളർ ഐക്കൺ ബ്ലഷുമാണ്. രണ്ടും അഫോർഡബിൾ ആണ്, നല്ല ക്വാളിറ്റി ബ്ലഷസ് ആണ്, നല്ല പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഇതിന്ന് സെലക്ട് ചെയ്യാം. പൗഡർ ബ്ലഷ് ആണ് ഒന്നുകൂടെ നല്ലത്, ക്രീം ബ്ലഷിനേക്കാളും കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഇനി കോണ്ടറിനെ കുറിച്ച് പറയാനാണ്. കോണ്ടർ ക്രീം കോണ്ടറും ഉണ്ട്, പൗഡർ കോണ്ടറും ഉണ്ട്. രണ്ടും ഷുഗറിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റ് എന്ന് തോന്നുന്നത്, ക്രീമാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്രീം എടുക്കാം, അല്ലെങ്കിൽ കോണ്ടർ ഷുഗറിൻ്റെ ബ്രോൺസർ പൗഡർ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാ തോന്നുന്നത് വെച്ചാൽ ഇത് രണ്ടും ചെയ്യാം. സോ രണ്ടും ഒരു 1000 അടിയിലുള്ളതാണ്. ക്രീം കോണ്ടറിന് 799 പൗഡറിന് 399 റുപ്പീസേ വരുന്നുള്ളൂ. സോ ഇനി ഒരു ഐലൈനർ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാജൽ ഉള്ള ഒരു ആവശ്യം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ളത് മേബിലൈൻ ന്യൂയോർക്കിൻ്റെ ഡ്രാമ ജെല്ലാണ്. ഇത് ഐലൈനറായിട്ടും അതേപോലെ കാജലായിട്ട് യൂസ് ചെയ്യാം. 2-in-1 പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അഫോർഡബിൾ ആണ്, രണ്ടും കൂടി വാങ്ങേണ്ട ആവശ്യമില്ല. ഇനി ലൈനർ യൂസ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ പണ്ടത്തെ ലാക്മേൻ്റെ ഇൻസ്റ്റാ ഐ ലൈനറാണ്. അത് നല്ല കളർ പേ ഓഫ് ആണ്, പക്ഷേ വാട്ടർ പ്രൂഫ് ഒന്നുമല്ല. ഓക്കെ, ഇനി നമുക്ക് ഹൈലൈറ്ററിനെ കുറിച്ച് പറയാം. ഇനി 3 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. മേബിലൈൻ ന്യൂയോർക്കിൻ്റെ മാസ്റ്റർ ക്രോം ഹൈലൈറ്റർ, അത് കുറച്ചിങ്ങനെ നമ്മൾ ബ്രൈഡൽ മേക്കപ്പിനൊക്കെ പറ്റുന്ന ഒരു ഹൈലൈറ്ററാണ്, നല്ല പോപ്പ് ചെയ്തിരിക്കും. പിന്നെ വരുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഹൈലൈറ്ററാണ്. അതൊരു നാച്ചുറൽ എന്ന ബിൽഡബിൾ ആയിട്ടുള്ള ഒരു ഹൈലൈറ്ററാണ്. പിന്നെ വരുന്നത് കെ ബ്യൂട്ടി അതേപോലെ തന്നെ നാച്ചുറൽ ടു ബിൽഡബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വെറ്റ് ആൻഡ് വൈൽഡോ കെ ബ്യൂട്ടിയോ വാങ്ങിക്കൊള്ളുക. എന്നാൽ നിങ്ങൾക്ക് കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് നിങ്ങളൊരു ഹൈലൈറ്റർ നോക്കുന്നുണ്ടെങ്കിൽ എന്നാൽ നിങ്ങൾ മേബിലൈൻ്റെ മാസ്റ്റർ ക്രോം ഹൈലൈറ്റർ നോക്കിക്കോളുക. നന്നായിട്ട് തിളങ്ങാനും നിങ്ങളുടെ കല്യാണത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഗ്ലോ, ഫോട്ടോസിലൊക്കെ നല്ല അടിപൊളി ഗ്ലോ തരും മേബിലൈൻ്റെ മാസ്റ്റർ ക്രോം. ബാക്കിയുള്ളതും നല്ല ഗ്ലോ തന്നെ തരും. പക്ഷേ നിങ്ങൾക്ക് ഇനിയും വേണം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 2 നല്ലത്. സോ ഇനി ഐബ്രോ പ്രോഡക്റ്റ് ആണ്. ഇത് മിസ് ക്ലയറിൻ്റെ ഐബ്രോ കേക്കാണ് ഒരു ഓപ്ഷനിലുള്ളത്. പിന്നെ ഉള്ളത് എറ്റ്യൂഡ് ഹൗസിൻ്റെ ഐബ്രോ പെൻസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, ഐബ്രോ പൗഡർ യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ മിസ് ക്ലയറിൻ്റെ ഐബ്രോ കേക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എറ്റ്യൂഡ് ഹൗസിൻ്റെ പെൻസിൽ യൂസ് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. രണ്ടും അഫോർഡബിൾ ആണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എസൻസിൻ്റെ മേക്ക് മീ പ്രോ ജെല്ല്, അതും നല്ലതാണ്. അതേപോലെ എൽഫിൻ്റെ അൾട്രാ പ്രിസൈസ് പ്രോ പെൻസിൽ, അത് ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇതും നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇതും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത് ദുബായിലൊക്കെ അവൈലബിൾ ആണ്, ഇനി ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്നറിയില്ല. ഓക്കെ, ഇനി ലിപ്സ്റ്റിക്കിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റേ ഇങ്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അതെന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് ആണ്, വാട്ടർ പ്രൂഫാണ്, ഇത് സ്മഡ്ജ് പ്രൂഫാണ്, എല്ലാ പ്രൂഫുമാണ്. അപ്പോൾ 16 hours നിങ്ങൾ കല്യാണത്തിൻ്റെ രാവിലെ ഇട്ടാൽ രാത്രി വരെ ഇത് നിലനിൽക്കും. പിന്നെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷനാണ് ലാക്മേയുടെ. നിങ്ങൾക്ക് ഏത് ലിപ്സ്റ്റിക്കും യൂസ് ചെയ്യാം, അതിനൊരു പ്രത്യേകതയൊന്നുമില്ല. നിങ്ങൾക്ക് പിന്നെയും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ലിപ്സ്റ്റിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നാൽ ഫസ്റ്റ് ടൈമിൽ അപ്ലൈ ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ മേബിലൈൻ സൂപ്പർ സ്റ്റേ ആണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മേക്കപ്പ് ഫിക്സർ, ഇവിടെ എനിക്ക് ബെസ്റ്റ് ഫിക്സർ എന്ന് പറയുകയാണെങ്കിൽ പാക്കിൻ്റെ മൈക്രോ ഫിനിഷ് മേക്കപ്പ് ഫിക്സറാണ് ഞാൻ പറയുക. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് മിസ്റ്റാണ്, ഗ്ലോ ചെയ്യുന്ന സെറ്റിംഗ് മിസ്റ്റാണ് വേണ്ടതെങ്കിൽ ഷുഗറിൻ്റെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ ഞാൻ ഒന്നുകൂടിയും നിങ്ങളോട് വാങ്ങിക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പാക്ക് മൈക്രോ ഫിനിഷ് മേക്കപ്പ് ഫിക്സർ തന്നെ ട്രൈ ചെയ്യാം. പിന്നെ നമുക്ക് ലാഷസിലേക്ക് കിടക്കാം. പാക്കിൻ്റെ മിങ് ലാഷസ് M72 ഒക്കെ വെഡ്ഡിങ്ങിന് പറ്റുന്ന ഒരു ലാഷസാണ്. അതേപോലെ പാക്കിൻ്റെ ലാഷ് ഫിക്സർ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ലാഷസ് ഫിക്സ് ആയിട്ട് നല്ല കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ട് ലോങ് ലാസ്റ്റിംഗ് 1 day മൊത്തം നിൽക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതാണ് ലാഷസിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെയും ഉണ്ട് പ്രോ ആർട്ടിൻ്റെ ലാഷസ് ഉണ്ട്, കുറച്ചും കൂടി അഫോർഡബിൾ ആണ്, 100 സംതിങ് വരുന്നതുണ്ട്.
ഈ പ്രോ ആർട്ടിൻ്റെ കുറേ ഐലാഷസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാഷസ്, എങ്ങനെ ലാഷസ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇൻസൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കണ്ണിനനുസരിച്ച് അത് ഫിക്സ് ചെയ്യും ചെയ്യാം. സോ ഇതാണ് ലാഷസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ലെൻസസിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് വരുന്നത് പാക്കിൻ്റെ ലെൻസസ് ആണ്. 200 റുപ്പീസിന് വേറെ ഒന്നും ഈ ഒരു റേഞ്ചിൽ വരുന്നില്ല. പക്ഷേ ഇത് 1 ഡേ യൂസിനൊക്കെ പറ്റുന്ന ഒരു ലെൻസസ് ആണ്. അപ്പോൾ നിങ്ങൾ കല്യാണത്തിനൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇത് പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പവറിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറിനെ കാണിച്ചിട്ട് തന്നെ ലെൻസ് സെലക്ട് ചെയ്യുക. ഒരു 600 റേഞ്ചിൽ കിട്ടും 6 മന്തിനുള്ളത്. അപ്പം അത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് 1 ഡേക്ക് ഒരു കല്യാണത്തിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ലെൻസസ് ആണ്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഗൈസ്.